അപ്പോൾ ഒരു കസ്റ്റമർ ഒരു കംപ്ലൈന്റ് വന്ന് പറയാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനൊരു അതോറിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ നമ്മൾ ഇന്നൊരു വാഹനം എടുത്തു പോയിട്ട് അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവർക്ക് വന്നൊരു ബുദ്ധിമുട്ട് കേൾക്കാനും അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാനും. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം വർക്ക്ഷോപ്പ് ഉണ്ട്, പിന്നെ പാർട്സുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും കൂടിയാണ് റോയൽ ഡ്രൈവ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ആളുകളെ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ആ ഒരു കസ്റ്റമർ കംപ്ലൈൻറ്റ് ഞാൻ പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ ഈ പുതിയ കാലമായതുകൊണ്ട് പലരും എൻ്റെ നമ്പർ എടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നെയും കൂടി അറിയിക്കും. അപ്പോൾ അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഞാനതിന് നെഗറ്റീവായി കാണാറില്ല. പിന്നെ എന്തുകൊണ്ട് റോയൽ ഡ്രൈവ് എന്ന് ചോദിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ വാഹനത്തിന്റെ കംപ്ലൈന്റ് അല്ലാത്ത ഇപ്പൊ ഞങ്ങളെ വരെ പറ്റിക്കാൻ ശ്രമിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഒരു പർച്ചേസിന് ട്രൈ ചെയ്തപ്പോൾ ഒന്നല്ല 1000 ഉദാഹരണം. കഴിഞ്ഞ വീക്കിൽ കോഴിക്കോട് ഒരു വണ്ടി ടോട്ടൽ ലോസ് ആണ് ആ വാഹനം, പക്ഷെ അത് കമ്പനി കൊണ്ടുപോയിട്ടില്ല, എവിടെയും പ്രൂഫില്ല. പക്ഷെ ഞങ്ങളത് കണ്ടെത്തി, ഈ വണ്ടി നല്ല രീതിയിൽ ഇടിച്ചിട്ട് പണിയെടുത്താൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ ടീമിന്റെ മികവാണത്. ഇതൊരു പാവപ്പെട്ടവൻ ഇതിൽ പെടും. ഒരു 5 ലക്ഷം കുറച്ച് കൊടുത്താൽ ആള് പോയിട്ട് അത് വാങ്ങിക്കും. പക്ഷെ ആള് വിൽക്കുന്ന സമയത്താണ് അതിന്റെ ബുദ്ധിമുട്ട്. അപ്പൊ ആ വാങ്ങിയ ആളെ ചിലപ്പോൾ തിരഞ്ഞാൽ കിട്ടില്ല.